പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ആ ദൃശ്യങ്ങളിൽ നിന്ന് അക്കാര്യത്തെ മനസ്സിലാക്കുന്നത്. അതിൽ കലാപാഹ്വാനത്തിന് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഹൈബിയുടെ എം പി ഉണ്ട്, അൻവർ സാദത്ത് എം എൽ എ, ഉമാ തോമസ് എം എൽ എ, TJ വിനോദ് എം എൽ എ. അതിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് കേസിലെ ഒന്നാം പ്രതി. സ്റ്റേഷൻ കത്തിക്കുമെന്ന് മുഹമ്മദ് ഷിയാസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അതിൽ വകുപ്പായി പറഞ്ഞിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ട് കേട്ടോ പ്രതികളായി കൂടെ. നമ്മൾ കണ്ടതാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു രാത്രി മുഴുവൻ നീണ്ട ആ രംഗങ്ങളെ എനിക്കതൊരു ഹൈ ഡ്രാമയായിട്ടാണ് തോന്നിയത്. കാരണം ഈ നവകേരള സദസ്സിന്റെ വിജയം അത് കോൺഗ്രസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, സ്വാഭാവികമാണത്. നവകേരള സദസ്സിന്റെ വിജയം, നവകേരള സദസ്സിന്റെ സംഘാടന വിജയം, അതൊരു വിജയമാണല്ലോ, സംഘാടന വിജയം. അതിന്റെ കണ്ടന്റിനെ കുറിച്ചും അതിൽ ചർച്ചയാകാതെ പോയ അല്ല വിടണ്ട, അല്ല നടത്തിപ്പിൽ സംഘാടനത്തിൽ CPIM തന്നെയാണ് കോൺഗ്രസിനേക്കാൾ മുന്നിലെന്ന് ആർക്കാണ് അറിയാത്തത്? മറ്റു പാർട്ടികൾ കൂടി ഭരിക്കുന്ന സമയമാകുമ്പോൾ മാറുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ അറ്റ് പ്രസന്റ് എന്തായാലും കോൺഗ്രസ് വേഴ്സസ് CPIM എന്ന രീതിയിലാണല്ലോ ഈ നടത്തിപ്പിനെ കുറിച്ചും കാരണം വിചാരണ സദസ്സ് അവർ സംഘടിപ്പിക്കുന്നു, ഇവിടെ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നു. അതിൽ സംഘാടനം വിജയിച്ചിരിക്കുന്നത് CPIM-ന്റെ തന്നെയാണ്. കൃത്യമായ ആളുകളെ എത്തിക്കാൻ CPIM-ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സംഘാടന വിജയം എറണാകുളം ജില്ലയിൽ, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത് വിജയിക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ പ്രശ്നമാണ്. അത് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നും വരില്ല. അപ്പോൾ എറണാകുളത്തും സംഭവം സക്സസ് ആകുമെന്ന് കണ്ടപ്പോൾ ഒരു നല്ല ഡ്രാമയിലേക്ക് പോയതുപോലെയാണ് ഇന്നലെ ആ പാലാരിവട്ട സ്റ്റേഷന് മുന്നിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നിയത്. കാരണം ഇതിലോടൊപ്പം തന്നെ ഇവർ ഉപരോധത്തിന് പറഞ്ഞ കാരണം നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിലുള്ള പ്രതിഷേധം, അതാണ് കോൺഗ്രസ് വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ സതീശൻ പറഞ്ഞ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് CPIM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി സ്റ്റേഷനിലേക്ക് വന്നു. സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് ഈ കേസിലെ വകുപ്പ് മാറ്റി ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത്. അങ്ങനെ ഒരു ഇടപെടൽ CPIM-ന്റെ ഏരിയ സെക്രട്ടറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് തീർച്ചയായും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം എന്നുള്ളതൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു ഉപജാപക സംഘം ഉണ്ടോ എന്നൊക്കെ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു ഉപജാപക സംഘം ഉണ്ടെങ്കിൽ, അതിനാരെങ്കിലും നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ, അവരിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേസെടുക്കുന്നതിലൊക്കെ ഇടപെടുന്നതൊന്ന് അവസാനിപ്പിച്ചാൽ അത് മുഖ്യമന്ത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് കുറയ്ക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഹൈ ഡ്രാമ എന്നതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫീൽ. Meet the editors.